വേറെ പയ്യന്മാരെല്ലാം തൂക്കിക്കൊണ്ട് പോയാടാ ഇത്. നമ്മള് 4-5 കോടിയോട് വരുമ്പത്തേക്ക് കോടികളുടെ സ്വർണ്ണം കേട്ടാ. ബിസിനസ് 100 കോടിയുടെ ബിസിനസ് നമ്മളെ എപ്പട്രാ ഹലോ കുറച്ച് കോടീശ്വരാണ്. കൊല്ലല്ലേ കോടീശ്വരനെ കൊല്ലല്ലേ. അയ്യോ 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 തട്ടിക്കൊണ്ട് പോണേ. അയ്യോ കുട്ടി. ഹലോ ഇത് ആരാണ്? എന്ത് തട്ടി കൊണ്ടത്? എന്ത് വേണം തരാം? കൈ നിറച്ച് തരാം. അല്ല അങ്ങനല്ല, പൈസ ആണെങ്കിൽ പൈസ എന്തിനാന്ന് വെച്ചാ തരാം. ഞങ്ങൾക്ക് പൈസ അല്ല, ഞങ്ങൾക്ക് എന്റർടൈൻമെന്റ് വേണ്ട. എന്റർടൈൻമെന്റ് ഭയം. സത്യം. കൊല്ലല്ലേ കുട്ടി, കൊല്ലല്ലേ കൊല്ലല്ലേ നമ്മളെ. പിന്നെന്താ വിളിക്കണ്ടേ? സിസ്റ്റർന്ന് വിളിച്ചാൽ മതി. സിസ്റ്ററിന് വിളിക്കാൻ പറ്റത്തില്ല. എനിക്ക് കൊറേ സിസ്റ്റേഴ്സ് എന്നെ യൂണിവേഴ്സ് ബ്രദർ എന്നാണ് വിളിക്കുന്നത്. എനിക്ക് കൊറേ കൂടുതൽ സിസ്റ്റേഴ്സ് ഉണ്ട്. എന്റെ പേര് രമണൻ. പാട്ട് പാടും രമണൻ. ആ പാട്ട് പാടും. ഉണ്ണിക്കണ്ണനോട് നീ എന്തു പരിഭവം വന്നു. അവസരം തരാം. അതെ അവസരമുണ്ട്. അക്ഷരം പറ. ലാസ്റ്റത്തെ അക്ഷരം പറ. അന്താക്ഷരല്ല. പാട്ട് പാടിയാ മതി. അതെ പാട്. ഞാനാ നിങ്ങളുടെ ആര് പറഞ്ഞു മ്യാവു. അടുത്തത് ഹലോ ഹലോ. അയ്യോ കുട്ടി തലയിറക്കാൻ പറ്റുന്നു. തലയിറക്ക. അയ്യോ ഓടി പോവത്തേയില്ല. അയ്യോ അയ്യോ നേരത്തെ ഒരു പ്രശ്നം വരില്ല. ഓടത്തില്ല. നിങ്ങളുടെ അയ്യോ അടുത്തൊന്ന് ഈ അടിച്ചത്. ഡാൻസ് കളിച്ചോണ്ട് പാടണേ. ശങ്കരൻ രമണന് ശങ്കരന് ഡാൻസ് കളിച്ചോണ്ട് പാട്ട് ഡാൻസ്. ആര് പറഞ്ഞു ഇഷ്ടം ആർക്കാണ് അയ്യോ അതല്ലേ ഡാൻസ്. ഞാനാ നിങ്ങളുടെ കാത്തു. ഞാൻ ചെയ്യാം. ഇപ്പം ദൂരെ ഒരു ട്രെയിൻ വരികയാണ്. ഓക്കെ ട്രൂണിൻ നമ്മള് നിർത്തടാ.
ദൂരെ നിന്ന് ഒരു ട്രെയിൻ വരുവാണ്. ട്രെയിനിന്റെ ശബ്ദമാണ് ഞാൻ അടുത്തായിട്ട് അനുഗ്രഹിക്കാൻ പോകുന്നത്. അല്ല ആഗ്രഹിക്കാൻ പോണത്. സ്റ്റേഷനെത്തി. അതെന്താണ് പട്ടി കഴിക്കുന്നത്? കുട്ടി ഇത് നമ്മുടെ ട്രെയിനിന്റെ അകത്ത് പോകുമ്പോഴത്തേക്ക് ട്രെയിനിൽ പോകുമ്പോഴേ യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് കായംകുളം പോകുന്ന റൂട്ടിൽ നിന്ന് വരുന്ന ട്രെയിൻ അല്പ നിമിഷത്തിനകത്ത് സ്റ്റേഷനിൽ വന്നെത്തുന്നതാണ്. गाड़ी नंबर 2 3 4 5 6 अटर नोट नट्स द गजर बजर केयर ए 1 2 4 ഇനി അടുത്ത ദൂരെ ഓടി വരുന്ന കുതിര. ഓക്കെ അത് കാരണം അത് കുതിര അല്ല കേട്ടോ, അത് വെറുപ്പ് ഇതാണ്. നിങ്ങൾ എന്ത് ചെയ്യുന്നു സിറ്റിയിലുണ്ട്? പണക്കാരനാണ്. ഇതാ കുതിര. ഇച്ചിരി വയസ്സായ കുതിരയാണ്. ഇച്ചിരി വയസ്സായ ക്ലാവ് 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 കുതിര. അതായത് കൊച്ചു കുതിര ബേബി ഹോഴ്സ്. അതന്നെ വളർന്നു വരണേ ഉള്ളു. വളരുമ്പോഴേ ശബ്ദം കൊടുക്കണം. ജോലി ചെയ്യുന്നു. നമ്മള് ജോലി ചെയ്ത് നമ്മൾ എന്ത് ജോലി ചെയ്യും? ഞാൻ പ്ലംബറാണ്, റിപ്പയറാണ്, പിന്നെ ചെറുതായിട്ട് EMS-ലും ഉണ്ട്, എല്ലാത്തിലും ഉണ്ട്. പിന്നെ ചെറിയതായിട്ട് പോലീസ്, വാച്ച്മാന്, തുണി കഴിവണവൻ, വീട് വൃത്തിയാക്കണവൻ, അങ്ങനെ ഉണ്ട്. ഞാനൊരു ഫുൾ പാക്കേജ് ആയിരിക്കും. ഏത് പെമ്പിളിൽ ആഗ്രഹിക്കുന്ന നമ്മൾ എന്റർടൈൻമെന്റ് പാക്കേജ് ആണ്. എന്ത് എന്റർടൈൻമെന്റ് നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കാം. അതെ അതെ അതെ. ഞാനൊക്കെ കറക്റ്റ് നെക്സ്റ്റ് ഡോർ ബോയ് ആണ്. രമണൻ അവൻ സ്നേഹം കൂടുമ്പോ രയാന്ന് വിളിക്കും. പക്ഷെ രമൂന്ന് വിളിക്കും. ഞാൻ ഇവനെ ഞാൻ മുന്നൂന്ന് വിളിക്കും. മുന്നൂന്ന് മൊന്നല്ല മുന്നു മൊന്നാന്ന് വിളിക്കുന്നത്. മൊന്ന മുന്നു. നിങ്ങൾ ഏത് ഇടവകയിലുള്ളതാണ്? എല്ലാ ഇടവഴിയിലുണ്ട്. എല്ലാ ഇടവഴിയിലുണ്ടെന്ന് നോക്കിയൊക്കെ മനസ്സിലായി. നിങ്ങൾ എന്താണ് ഇങ്ങനെ ആയുധധാരികളായി നിൽക്കുന്നത്? നമുക്ക് എന്റർടൈൻമെന്റ് വേണം ബ്രോ. എന്റർടൈൻമെന്റ് ഇതൊന്നും പള്ളിയിലില്ല. ആൾക്കാരെ ശുശ്രൂഷിച്ച് അതാണ് ഞാൻ നിങ്ങളെ കൂടെ കൂടട്ടെ. കുറെ ശല്യപ്പെടുന്ന ആൾക്കാരെ കാണിച്ചു തരാൻ പറ്റും. കാരണം ഞങ്ങൾ അതെ ഈ ശങ്കർ നിന്നെ വരെ ഒരു പെണ്ണിന്റെ പുറകെ നടന്ന് രമണൻ പാവണേ. നമുക്ക് വേറൊരാളായിരുന്നു ടാർഗറ്റ്. ആരാണ് പേര്? കിട്ടിയില്ല. ആളെ നിങ്ങൾക്ക് അറിയോ? നിങ്ങൾ പേര് പറഞ്ഞുതരാം. പേര് നീലോപ്പി. അറിയോ? നീലോപ്പിയാ? മിസ്റ്റർ നീൽ. ഇവിടെയോ നീലിനെ വിളിച്ച് വരാൻ പറയും. നീലിന്റെ നമ്പർ ഉണ്ടോ? കല്യങ്ങാട്ട് നീലിയാടാ. നമുക്കറിയില്ല അയ്യോ ഞാനാണ് ഇൻട്രോവേർട്ട് ഈ സിറ്റിയിലെ ഏറ്റവും കൂടിയ. അയ്യോ എനിക്ക് മാവ് പാവ നാണമാണ്. എന്നാ നമുക്ക് ഇവിടെ നിന്ന് നിങ്ങളെ വിടാം. പക്ഷെ ഒരു കാര്യം ചെയ്യണം. എന്താ ചെയ്യണ്ടേ? ഇബ്രോന്റെ പേരെന്താ പറഞ്ഞ? നീലോത്തി. അത് പാട്ടല്ലേ നീലോത്തി? നീലോട്ടി അത് ലെങ്കോട്ടി. ബ്രോ പറ്റേ ഈ റെഡ് മുടിയുള്ള ബ്രോ പെൺകുട്ടിയാ? ഇത് കല്യാണ ചെക്കൻ. പെണ്ണാണ് വരുന്ന സീനെന്ന് പെൺകുട്ടി നടന്നിരുന്ന പോലെ നടന്നു വന്നിട്ട്
യോ യാ ഇനി എന്താണ് വേണ്ടത്? കൊണ്ട് ഓപ്പെടുത്തിട്ട് റെഡി അല്ലേ? റെഡി അല്ലേ? എയിം ചെയ്യല്ലേ? കുണിങ്ങി കുണിങ്ങി അടിച്ചേ ചേട്ടായി ചായ. മോളെ ചേട്ടായി ചായ. ബർഗറും പെപ്സിയൊക്കെ ഉണ്ടല്ലോ. ചേട്ടായിക്ക് ചായയായിരുന്നു കമ്പം. ആണല്ലേ? ചേട്ടായിക്ക് വേണ്ടി ഇഷ്ടമുള്ള ബർഗറും കാപ്പിയൊക്കെ ഉണ്ട്, എടുത്തോ. വടയൊന്നും ഇല്ലേ? വട ഇല്ലാട്ടാ. അതെന്താ വട ഇല്ലാത്ത? ചേട്ടാ വട ഇടാൻ തോള ഇടണം, അതില്ല. ചേട്ടായിക്ക് തോളയുള്ള വടയാണ് ഇഷ്ടമെന്ന് അറിഞ്ഞില്ലേ? മാവ് കുഴയുന്നില്ല. ചേട്ടായി ഒന്ന് കുഴച്ചു തരട്ടെ? കുഴക്കി അതെങ്ങനെ ചേട്ടാ കുഴക്കുന്നേ? മോളെ നമ്മൾ വിഷയത്തിൽ തിരിഞ്ഞു പറയാറുള്ളേ. മോളെ ചേട്ടാ ഇനി ഇഷ്ടമായോ? എന്താ പേര്? എന്റെ പേര് രമണി. രമണി. രമണിക്ക് നേരത്തെ അഫെയർ വല്ലതും ഉണ്ടായിരുന്നിട്ടുണ്ടോ? ഇല്ലേട്ടാ, ഞാൻ ഒരുത്തിന്റെ മുഖത്ത് പോലും ഞാൻ നോക്കാറില്ലല്ലോ. അതെന്താ രമണി ആരെയും മുഖത്ത് നോക്കാത്തെ? ചേട്ടായിയുടെ ഒരു ഭാഗ്യം, ആരെയും മുഖത്ത് നോക്കാതെ ഏട്ടയുടെ മുഖത്താണോ നോക്കിയത്? ചേട്ടാ ഞാൻ ആദ്യമായിട്ടാണ് തട്ടമൊക്കെ മാറ്റിയിട്ട് വരുന്നത് ചേട്ടനെ കാണാൻ വേണ്ടി. ഏട്ടയുടെ ദേഹമൊക്കെ കോരി തരിക്കുന്നു അത് കേട്ടപ്പോ. ചേട്ടന്റെ മുഖം കണ്ടില്ല. എല്ലാ കൂട്ടങ്ങളും എന്നെ കല്യാണത്തിനെ പറ്റി സംസാരിച്ചു തുടങ്ങിയല്ലോ, ഭാവി കാര്യങ്ങളെ പറ്റി. ചേട്ടന് വല്ല കാമുകി ഉണ്ടായിരുന്നു ഇതിനു മുമ്പ്? കാമം എനിക്കുണ്ട് പണ്ട് തൊട്ട്. അവളെ അടിച്ചു കയറണം. അവളെ ഞാൻ കൊല്ലം കേട്ടല്ലേ? അയ്യോ കാമുകില്ല. കാമുകി ഇല്ലല്ലേ? എന്നാ ഓക്കെ. ഏട്ടായി ആദ്യമായിട്ടാ ഒരു കുട്ടിയുടെ മുഖത്തോട്ട് നോക്കുന്നതേ. ആണ്. എന്നെ കാണാൻ സുന്ദരനായിട്ടുണ്ടോ? എനിക്ക് ഇഷ്ടപ്പെട്ടത് കവളാണ്. കവളാണ്. ചുമന്ന തൊടുത്ത കവളുകൾ കാണുമ്പോൾ എനിക്ക് നാളെ വരും കേട്ടോ, ഞാൻ പോണേ. തിരിച്ചാ ഓക്കെ. രമണ ഇത് റൂഡായിരിക്കണേ. ഒറിജിനാലിറ്റിക്ക് എനിക്ക് ഇതൊക്കെ ചെയ്തോ, കുഴപ്പമൊന്നുമില്ല. കാലിപ്പനല്ലേ? ഓക്കെ. അണ്ണ നീലിനെ കൊണ്ട് ഇവിടെ സത്യം. പിടിച്ചങ്ങ് റാഗി ചെയ്യണം നമ്മളെ. കാണ വീസി പോ വരുമ്പോഴേ പാട്ട് പാടിയാലേ വീഴെന്ന് പറയണേ കേട്ടാ. അണ്ണൻ ആൻഡ് നീല് പൊളിക്കോ അവിടെ? പറയൂ. പാട്ടുപാടിയാലേ വീരത്തുള്ളൂ പറയണം. ഓ എവിടെയായിരുന്നടി ഇത്ര നേരം? ചേട്ടാ സോറി ചേട്ടാ, താമസിച്ച്. എന്തിനു താമസിച്ചാ? ഞാൻ ഇവിടെ എത്ര നേരം കൊണ്ടിരിക്കണ്? അച്ഛൻ എന്നെ വിട്ടില്ല ചേട്ടാ. അങ്ങേരെ ഞാൻ വെട്ടി കീറും കേട്ടല്ലേ. അവളുണ്ട്, അവളൊരു അച്ഛനും ഉണ്ട്. ആ നീ ഇന്നലെ ഞാൻ വിളിച്ചിട്ട് രാത്രി 12 മണിക്ക് എന്തടി നീ ഫോൺ എടുക്കാത്തത്? എന്നിട്ട് നീ ഓൺലൈൻ ഉണ്ടായിരുന്നല്ലേടി നീ? ചേട്ടനങ്ങ് ഇളക്കമല്ലേ? ഇളക്കോ? ആ സമയത്ത് വിളിക്കുമ്പോ നീ എടുക്കണം എന്റെ ഫോണ്. ചേട്ടൻ എന്തിനാ തുണിയുടെ കളറൊക്കെ ചോദിക്കുന്നേ? ചേട്ടന്റെ തുണി കണ്ടിട്ടില്ല ചേട്ടൻ? അത് ഞാനും ആ തുണി നാളെ ഇടാൻ വേണ്ടിട്ടാണ്, അതാണ് ചോദിച്ചത്. ചേട്ടന്റെ തുണിയെല്ലാം വേണോ? വേണ്ട, കളറ് സെയിം, നമ്മളെ മനസ്സ് സെയിം പോലെ കളറും സെയിം ആവണ്ടേ? തുണിയെല്ലാം ആണല്ലോ കമ്പം, എന്നോടില്ലേ ചേട്ടാ? എന്നാ തുണി മാറ്റിക്കോ, പ്രശ്നം അങ്ങനെയല്ല
എനിക്ക് അല്ല 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 കല്യാണം കഴിഞ്ഞിട്ടല്ലേ ചേട്ടാ? പക്ഷെ ഞാൻ നിന്നെ കുറിച്ച് കേട്ടോ അങ്ങനെയല്ലല്ലോ. നിനക്ക് 2-3 പയ്യന്മാരായിട്ട് ചുറ്റിക്കറക്കം ഉണ്ടെന്നാണ് ഈ നാട്ടു നടപ്പില് പറഞ്ഞത്. അതെന്തിനാണ്? എനിക്കിതൊന്നും പറ്റത്തില്ല. ഞാൻ കുറച്ച് കൽപ്പനാണ്. ചുറ്റിക്കറക്കൊന്നും ഇല്ല. 2 തവണ ഊട്ടിയിൽ പോയി എന്നുള്ളത് ശരിയാണ്. അല്ലാണ്ട് എന്ത് കറക്കോ ചേട്ടാ? ഊട്ടി പോയേ? ഊട്ടിയിലൊന്ന് കപ്പലിന്റെ പറക്കാൻ പോയാ നീ? ചേട്ടാ ഊട്ടി പൂ കാണാനാ. ഊട്ടി പോയെന്തിരി? നിന്റെ ഊട്ടിപ്പൂവില്ലേ? എടി ഒടമ്പിട്ടവളെ, നിന്റെ അച്ഛണ്ടല്ലോ എന്റെ തലക്കടിച്ച് തലേനാണോ നോക്കണത്? ഇങ്ങനത്തെ പെണ്ണിനൊന്നും എനിക്ക് വേണ്ട. എന്റെ അച്ഛൻ എന്നാ പിന്നെ ആലോചിക്കല്ലേ? അതൊന്നും ചേട്ടന് വേണ്ട. എനിക്ക് അത് എത്ര തരും കേക്കട്ടെ. ചേട്ടൻ എന്ത് വേണം? എത്ര തരുവടി ചക്കരെ? എന്ത് വേണം? എത്ര തരുവടി? ഒന്ന് കൊടുത്ത ശ്രമമായിരിക്കും. ഉമ്മയൊക്കെ കൊടുക്കാം. കൊടുക്കങ്ങട്ട് എന്തൊരാക്രാന്തോടി നീ. കടിച്ചു കീറി. സിസ്റ്റേഴ്സ് സോറി കേട്ടോ, അത് മാറിപ്പോയതാണ്. കുഴപ്പമില്ല. ആ പറയൂ. ഒരു പാട്ടുപാടിയും കൺവിൻസ് ചെയ്തതാണ്. ഞാനോ? റൊമാൻറ്റിക് മാസ്റ്റർ നടന്നിട്ട് ഒരു പാട്ട് പാടി കൊടുത്തു. കയ്യിലെടുത്തോ ഹലോ. ഞാൻ ഫുഡ് കഴിച്ചോട്ടെ. ഫുഡ് എല്ലാരും കഴിച്ചോളൂ സിസ്റ്റേഴ്സ്, എല്ലാരും കഴിച്ചോളൂ. നമ്മളിത്ര കമ്പനിയായിട്ട് സിസ്റ്റേഴ്സിന്റെ പേരൊക്കെ അറിഞ്ഞിരുന്നെങ്കിൽ. എനിക്ക് സിസ്റ്റർ 4-നെ ഇഷ്ടപ്പെട്ടേട്ടാ. എനിക്ക് സിസ്റ്റർ 2-നെ 1-നെ. അങ്ങനെ ഓടില്ലേ കാര്യം സംസാരിക്കാം. നമ്മളിത്ര നിങ്ങൾ പറഞ്ഞ കേട്ടില്ലേ? നമുക്കൊരു എല്ലാം നിങ്ങളുടെ സിസ്റ്റേഴ്സ് ആണെന്ന് ഓർക്കണം. എന്താ നിങ്ങള് പള്ളിയിലെ സിസ്റ്റേഴ്സ് അല്ലേ പറഞ്ഞേ? അതന്നെ പള്ളി. നാളെ പള്ളിയിൽ അച്ഛനാവും ഞാൻ. നിങ്ങളാണോ ഈ വഴിതെറ്റിയ കുട്ടനാടുകൾ? നിങ്ങളാണോ? വഴിതെറ്റിക്കുന്ന കുട്ടനാടുകൾ ഞങ്ങളാ. ആണോ? ഇന്നോ ഈ കുട്ടി എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ എടുത്തരാം. ഞാൻ 3-ാമത്തത് ബുക്ക് ഇടാം. അതെ. സിസ്റ്റർ എത്രയായിരുന്നു? സിസ്റ്റർ നമ്പർ പറയൂ പ്ലീസ്. ഐഡി സിസ്റ്റർ നമ്പർ എത്രയാണ്? സിസ്റ്റർ 5 സിസ്റ്റർ 5 സിംഗിൾ ആണോ? സിസ്റ്റർ 5 സിംഗിൾ അല്ല. സിംഗിളല്ല. സിംഗിളാണെന്നല്ലേ പറഞ്ഞേ? സിംഗിളല്ലേ? വേണമെങ്കിൽ സിംഗിൾ ആക്കാന്ന്. സിസ്റ്റർ 3 എവിടെ? സിസ്റ്റർ 1 ആണ്. സിസ്റ്റർ 2 3 സിസ്റ്റർ 3 ഇതാണോ? 3 ഹലോ. ഒന്നുമില്ല. സിസ്റ്റർ 3 ഒന്നുമില്ല. കുട്ടിക്ക് സിസ്റ്റർ 3-നെ അപമാനിക്കുവാണോ? അല്ലല്ല, ഞാൻ ഒന്ന് മുഖത്തുനിന്ന് താഴോട്ട് നോക്കിയപ്പോ എന്തോ അല്ല അങ്ങനെ അല്ലല്ല ഒരു കളക്ട് മാമന്റെ ഷൂ ഉണ്ട് അതുകൊണ്ട്. അല്ലല്ല കളക്ട് മാമന്റെ ഷൂ ഉണ്ട് അതുകൊണ്ടാണ്. അയ്യോ വേറെ ഒന്നും തോന്നല്ലേ? അയ്യോ റൊമാൻറ്റിക് ആണോ അല്ലേ? ഏത് റൊമാൻറ്റിക്? ഒരു പാട്ട് പറഞ്ഞു തരും. എനിക്ക് അങ്ങനെ റൊമാൻസ് അറിഞ്ഞൂടെ? ഏതെങ്കിലും പാട്ട് പറഞ്ഞേ. പാട്ട് അത് പാട്ട് പറ. എന്നാ പാടാം. എന്നാ പാട്ട് അപ്പൊ സംഭവം ഏതെങ്കിലും ഒരു പാട്ട് പറ. എനിക്ക് എങ്ങനെ അറിഞ്ഞൂടാ അത് സംഭവം പാടാൻ. ഒരു പാട്ടിന്റെ പേര് അറിയാമെങ്കിൽ ഞാൻ പാടൂലായിരുന്നു. അറിഞ്ഞൂടാ. അതാണ്
അത് റൊമാൻറ്റിക്കല്ല, അത് റൊമാൻറ്റിക്കല്ല, അത് റൊമാൻറ്റിക്കല്ല. ആശുപത്രി പോയാ മതി, തട്ടിയാലും മുട്ടിയാലും പോകും. അല്ല അങ്ങനല്ല, എന്തോ തട്ടിയാലും മുട്ടിയാലും പോവും. അല്ല അങ്ങനല്ല, എന്തോ പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ്. സിസ്റ്റർ ഇത്തിരി പാട്ട് പാടുന്ന അസുഖം ഉണ്ട്. ഓക്കെ, എന്താണ് പാട്ടുണ്ട്? എന്താ പാട്ട്? റൊമാൻറ്റിക്. ഒരു റൊമാൻറ്റിക് പാട്ട് സിസ്റ്റേഴ്സ് പറയൂ, ഞാൻ പാടാം. പിന്നോട്ട് നോക്ക. അവിടെ ആ സിസ്റ്ററും ആ ബ്രദറും എന്തോ സംഭവിക്കുന്നുണ്ട്. സിസ്റ്റർ സിസ്റ്റർ ഇങ്ങോട്ട് വരണം, സിസ്റ്റർ ഇങ്ങോട്ട് വരണം. ഒരു റൊമാൻറ്റിക് സോങ് പാടിക്കോ. ഒരു പറയൂ, ഒരു റൊമാൻറ്റിക് സോങ്. എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ ഈ പ്രേമിച്ചിട്ടില്ലേ സിസ്റ്റർ. എനിക്ക് കിട്ടണില്ല പെട്ടെന്ന് പറയുമ്പോ. അതാണ്, എനിക്ക് പ്രേമിച്ചിട്ടില്ലാത്തതുകൊണ്ട് എനിക്ക് അറിയത്തില്ല. വേണമെങ്കിൽ ഞാൻ സിസ്റ്ററിനെ പ്രേമിച്ചിട്ട് വേണം പാട്ട് പാടാം. അത് കഴിഞ്ഞിട്ട് വേണ്ടല്ലേ. മഞ്ചാടി ലൈൻ ഇറക്കടാ. മഞ്ചാടി റൊമാൻറ്റിക് അല്ല, സിസ്റ്റർ വായമൂട്. ഞാൻ പറയാം, ഓൾഡ് സോങ് ഇല്ലേ മറ്റേ മാനസമൈനേ വരൂ. മാനസമൈനേ വരൂ, മധുരം ഉള്ളിൽ തരൂ, ഡാൻസ് ഫുള്ള് പാടണം. എനിക്ക് അത്ര ലൈനേ അറിയോ. കൈ താത്തിട്ടിട്ട് പഠിക്കാം. മാനസമൈനേ വരൂ, മധുരം ഉള്ളിൽ തരൂ. ഇത്ര എനിക്കറിയാവേ. അത്രേ ഉള്ളൂ. ഇത്ര എനിക്കറിയാം. ഈയോ വന്നില്ല. ഇനി നമുക്ക് പൊളിക്കാം. പാടൂ. ചേട്ടൻ അടുത്ത് നിൽക്ക്, ചേട്ടാ അടുത്ത് നിൽക്ക്. സിസ്റ്റർ ഇങ്ങോട്ടോ, സിസ്റ്റർ അർജന്റ് ഇങ്ങോട്ട് വരണം. സിസ്റ്റർ ഇങ്ങോട്ട് വരണം. സിസ്റ്റർ ഫൈവ് ഇങ്ങോട്ട് വരും. അയ്യോ പാടണല്ലോ സിസ്റ്റർ ഇങ്ങോട്ട് വരണം. സിസ്റ്റർ ഇങ്ങോട്ട് വരേണ്ടതാണെന്ന് പറയുന്നു. വേഗം സിസ്റ്ററെ. എന്റെ അണ്ണ അറിഞ്ഞോണ്ടല്ലേ. ഒരു അണ്ണനുണ്ട്, എന്റെ അണ്ണ അറിഞ്ഞോണ്ടല്ലേ. അയ്യോ വലിയ പ്രശ്നമായിട്ടാ. വലിയ പ്രശ്നമാവും. പരുന്നേ പാട്ടിടൂ. നല്ലൊരു ജീവിതം നൽകണമേ ദൈവമേ. പാട്ട് കേൾക്കുന്നില്ല. ഓക്കെ, ഇപ്പൊ കേക്കാവോ പാട്ട്? എന്നെ കൊണ്ടും ഹലോ എനിക്കറിയണ പോയി. അയ്യോ